പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡാലിയ ജോസ്. ഇതെൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ഞങ്ങൾ വരുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ മെക്കാലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഡിവൈൻ മേഴ്സി പാരിഷിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നെക്കുറിച്ച് ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടിയിൽ ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ സാധിച്ചു കിട്ടിയത് ആത്മീയമായ കാര്യങ്ങളായിരുന്നു. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്വർഗം ഭൂമിയിലേക്ക് എറിഞ്ഞ ഒരു ചൂണ്ടയാണ് ഉടമ്പടി എന്ന് പറയും. പരിശുദ്ധ അമ്മയാകുന്ന ഈ ചൂണ്ട കൊളുത്തിൽ നമ്മൾ ഒരിക്കലും ഉടക്കിയാൽ നമുക്കുറപ്പിക്കാം, നിത്യതയുടെ തീരത്ത് പരിശുദ്ധ അമ്മ നമ്മളെ എത്തിക്കും. എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ഉടമ്പടി എനിക്കത്ര ഈസിയൊന്നുമല്ല. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, പറയുന്ന നിബന്ധനകൾ പാലിക്കണം. മാനുഷികമായിട്ട് എന്നെക്കൊണ്ട് പലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിത്യതയിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മരണം വരെ ഈ ഉടമ്പടി തുടരണം എന്നാഗ്രഹിക്കുന്നതും. ഞാനൊരു നേഴ്സാണ്. ഞാനവിടെ കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പം നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എനിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുന്നതും ഞാൻ എക്സാം എടുക്കുന്നതും. ഞാൻ മാതാവിൻ്റെ രൂപം കൊണ്ട് വെച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എടുക്കുന്നത്. അങ്ങനെ എനിക്ക് 96% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പം ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഈ ഉടമ്പടി എടുത്തേ. പിന്നെ എന്ത് സംഭവിച്ചാലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അതിപ്പം കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ പ്രൊഫഷണലാണെങ്കിലും പേഴ്സണലാണെങ്കിലും അമ്മ കൂടെയുണ്ട്. എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകമോ അങ്ങനത്തെ ഒരടയാളങ്ങളുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. എൻ്റെ ആദ്യത്തെ ഒരു ഭൗതിക കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗമായിരുന്നു. ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ ആ കട വിൽക്കാനുള്ള 2-3 വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉടമ്പടിയിൽ. ഇപ്പം ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പ് നവംബർ 20-ാം തീയതി അത് കോൺട്രാക്റ്റ് ചെയ്തു. പരിശുദ്ധ അമ്മ അത് ഭംഗിയായിട്ട് നടത്തി തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഇത് എൻ്റെ മോള് അർക്കൻസായിൽ അവിടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയപ്പം, ഞങ്ങൾ സാധാരണ പോകുമ്പം നമ്മുടെ കയ്യിലുള്ള സ്വർണവും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും. കാരണം വീട്ടിലൊന്നും അത്ര സേഫ് അല്ല. അപ്പം ഞാൻ എൻ്റെ ബാഗിനകത്ത്, എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് ഞാൻ എൻ്റെ സ്വർണവും എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി കയറിയപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. ഇതെല്ലാം ഉള്ള ബാഗായിരുന്നു. പക്ഷെ ആ ബാഗിനകത്തൊരു ഉടമ്പടി പേപ്പറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ബാഗ് മിസ്സായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ബാഗ് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണത് ശരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ സ്വർണ്ണവും എല്ലാം അതിനകത്താണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു സാധനവും നഷ്ടപ്പെടാതെ എനിക്ക് എൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ കടക്കാരനെ വിളിച്ചു ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയില്ല അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഒരു 1/4 മണിക്കൂറുണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോൾ അവരവരുടെ കൗണ്ടറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബാഗ്. അപ്പം ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ആ കൃപാസനം പേപ്പർ അത് പൊതിഞ്ഞ്
എൻ്റെ പാസ്പോർട്ട്, സ്വർണ്ണം എല്ലാത്തിൻ്റെയും പുറത്ത് ആ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയാണ് അത് സംരക്ഷിച്ചതെന്ന്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ്, തേന്, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ തൈലം എന്നും കുരിശ് വരച്ച് കഴിയുമ്പം ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ പൂശി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതുപോലെ വിശുദ്ധ ഉപ്പിൻ്റെ ഉപയോഗം, ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. 1 മാസമായി വിളിച്ചു, പല ഫോണുകളിൽ നിന്ന് വിളിച്ചു, അവിടെ ചെന്ന് നോക്കി, ഒരിക്കലും അയാൾ ഓഫീസിലുണ്ടാകത്തില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അവസാനം ഹസ്ബൻഡ് കുറച്ച് വിശുദ്ധ ഉപ്പെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ആർക്കിടെക്റ്റ് റെസ്പോണ്ട് ചെയ്യുകയും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്തു തരികയും ചെയ്തു. പിന്നെ ഇപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ട്രംപിൻ്റെ ഡിപ്പോർട്ടേഷനും അതുപോലെ തന്നെ അതായത് അവിടെ ഇല്ലീഗൽസിൽ ഉള്ളവരെ ഒരുപാട് ഡിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായിട്ട് ഞങ്ങളുടെ കടയ്ക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത കടകളിൽ വരെ അവർ വന്നു ഡിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഞങ്ങളുടെ കടയിലോട്ട് മാത്രം വന്നില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ ടെക്നോളജിക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച, നാട്ടിൽ നിന്ന് സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും അതും നേഴ്സിംഗ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന 2nd ഡിഗ്രിയാണ്. അതായത് ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അവരൊന്നുകിൽ പ്രൊഫഷണൽസാണ്, ഒന്ന് ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസിൽ സർവീസിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പഠിപ്പിക്കാനൊക്കെ കയറിയപ്പം. എൻ്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 4 മണിക്കൂർ ക്ലാസ് എടുക്കണം എല്ലാ ചൊവ്വാഴ്ചയും. പിന്നെ ക്ലിനിക്കിൽ പിള്ളേരെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലിയിട്ട് പോവും, പറ്റുന്നിടത്തോളം ദിവസം കേട്ടോ, എല്ലാ ദിവസവും അല്ല. അതുപോലെ പ്രാർത്ഥിച്ചെന്നും കൊന്ത കൈ പിടിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത ഉണ്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പം. ഈ പിള്ളേരെന്നോട് അവരുടെ മുമ്പിൽ അവർ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടാണ് അവർ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്. എന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പം നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റായിട്ടുള്ള ഫീൽഡല്ലേ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കറിയത്തില്ലാത്ത കാര്യം ഞാൻ വായിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം ഒന്നുകിൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യമായിരിക്കാം. എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടും. അപ്പം പിള്ളേരൊക്കെ എന്നോട് പറയും, ഓ മിസ്സിനെല്ലാം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇത് ഞാനല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമാണ്. കാരണം ഞാൻ എൻ്റെ കൊന്ത അവരെ കാണിച്ചിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. അതുപോലെ പിള്ളേരുടെ എക്സാമിനൊക്കെ വരുമ്പം എക്സാമിന് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ അവർ എന്നോട് ചോദിക്കും, മിസ്സേ പ്രാർത്ഥിക്കാൻ മറക്കല്ലോ കേട്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതുപോലെ അപ്പം എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന കോളേജിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. അതുപോലെ ഞാൻ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം, അതുപോലെ തന്നെ കോളേജിലും എനിക്ക് നമ്മൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ കോട്ടിൻ്റെ പുറകിൽ ഞാൻ ഉടമ്പടി വചനമായ എഫേഷ്യൻസ് 2:8-9 ഞാൻ ആ വചനം ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിട്ടുകൊണ്ട് പോകുമ്പം വാട്ട് ഐ മിസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അത് വായിക്കുമ്പം ഒരു ദിവസം ഒരു 2-3 പേര് എന്നോട് പറയും, നന്നായിട്ടുണ്ട് നീ എഴുതിയത്, യു ആർ ടു ബോൾഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം വചനം എന്നെക്കൊണ്ട് ചിലപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ദേഹത്തുള്ള എഴുതുന്നതിൽ നിന്ന് ആൾക്കാരത് കണ്ട് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും, ഞാനൊരു മരിയൻ മിഷണറിയാണ്. അതൊരിക്കൽ ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ നിന്നാണ്. ആ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മരിയൻ മിഷണറിയാണെന്ന്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതുപോലെ ഹോസ്പിറ്റലൊക്കെ എനിക്ക്
ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ രാത്രിയിൽ എൻ്റെ കൂടെയുള്ളൊരു ചേച്ചിയായിട്ട് പോയിട്ട് ഞങ്ങൾ പേഷ്യൻസിനെ കുളിപ്പിക്കാനൊക്കെ കൂടും. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും. അതുപോലെ സ്പാനിഷും ഇംഗ്ലീഷ് പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ, അതുപോലെ കോളേജിൽ എൻ്റെ പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് എക്സാമൊക്കെ റിവ്യൂ ചെയ്യാൻ വരുമ്പം അവർക്ക് ഞാൻ പേപ്പർ കൊടുക്കും. അതുപോലെ മാതാവിൻ്റെ രൂപം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊന്തയും വാങ്ങി കൊന്ത വെഞ്ചിരിച്ച് ഇതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെനിക്ക് എൻഡ് ഓഫ് ദ സെമസ്റ്ററിൽ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് മിക്കവാറും മാതാവിൻ്റെ സ്റ്റാച്യുവോ അല്ലെങ്കിൽ കുരിശോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം. കാരണം അവർക്കറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ അവരോട് പറയുന്നതും അതാണെന്ന്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെ മദർ തെരേസ ഹോമിൽ പൈസ കൊടുക്കുക അവർക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കഴിവതും ഞാൻ മുടക്കാറില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മടുത്തിട്ടാണെങ്കിലും ഞാൻ പോകാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കഴിവതും 99% പ്രാർത്ഥന ചൊല്ലും. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായന. ചിലപ്പോൾ ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്, കുറച്ച് സമയം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോനിന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കാശിരുവന്താ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുക, അമ്മ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ ആ വിശ്വാസം ഞാനെടുത്ത ഉടമ്പടിയിലൂടെ എൻ്റെ മക്കൾക്കും ആ വിശ്വാസം കിട്ടിയതോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരാണെങ്കിലും കഴിവതും കുർബാനയിലൊക്കെ പോവും. ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ കുടുംബത്തോടു കൂടി ആത്മീയമായിട്ട് പണ്ടുള്ളതിലും ഒരുപാട് മാറ്റം ഞങ്ങൾക്ക് വന്നു. മരണം വരെ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടുത്തെ പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. I'm very grateful for the opportunity to come here and to say thank you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഐസയ 41:10. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും, എത്ര ബുദ്ധിമുട്ടുന്ന സാഹചര്യമായാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഉടമ്പടി മക്കൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു വചനമാണ് ഐസയ 41:10. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് അതാണ് ഉടമ്പടി മക്കളുടെ ധൈര്യം. മേരി ഡാലിയ ജോസ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ദൈവം നമ്മുടെ രക്ഷകനും കാത്തുപരിപാലിക്കുന്നവനുമാണ്. അതിനാൽ ആശങ്കപ്പെടാതെ, ഭയപ്പെടാതെ, നമ്മുടെ മെറിറ്റ് പോകുമ്പോൾ നമ്മൾക്കൊരു പുതിയ ശക്തി നൽകി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ മകൾ നിയോഗമായി സമർപ്പിച്ചത് ഉടമ്പടിയിൽ 3 വർഷം സ്ഥലം വിൽക്കാതിരുന്നത് സാഹചര്യമായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോഴേ അവരുടെ കാര്യങ്ങൾ സാധിച്ചു നൽകി. പിന്നീടുണ്ടായിരുന്നത് ബാഗ് മിസ്സായി പോയത്. അതും മാതാവിൻ്റെ സംരക്ഷണത്തിൽ, മാതാവിൻ്റെ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സ്വർണമായിരുന്നു. ഈശോയും അമ്മയും കാത്തുപരിപാലിക്കുന്ന, കൂടെ നടക്കുന്ന, മക്കളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു സാക്ഷ്യമാണിത്. പിന്നീടുണ്ടായിരുന്നത് USA റെയ്ഡ് ഫോർ ഇല്ലീഗൽസ്. അതിൻ്റെ ട്രംപിൻ്റെ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്ന പ്രോബ്ലംസ്. സ്വന്തം കടയുടെ അടുത്ത് വരെ അവർ വന്ന് റെയ്ഡ് നടത്തി. ഇവരുടെ കടയിൽ ഇവർ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഈശോയും അമ്മയും അവിടെയും അവരെ സംരക്ഷിച്ചു.
ഓരോ പ്രാവശ്യവും ഇവർ ഉടമ്പടി വസ്തുക്കൾ മുടങ്ങാതെ മറക്കാതെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ആർക്കിടെക്റ്റ് ഉടമ്പടി റെസ്പോണ്ട് ചെയ്തിരുന്നപ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാണുവാൻ പോയത്. ആ കാര്യം നടത്തിക്കൊടുത്തു. പ്രൊഫഷണലായിട്ട് ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെ കുട്ടികളുടെ കൂടെ സംസാരിക്കുമ്പോഴും അവർക്കും ദൈവവചനം കൊടുക്കാൻ ഷെയർ ചെയ്യാൻ ഈ മകൾ മറന്നില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന പൂർണ്ണ വിശ്വാസവും ഉള്ള ഈ മകൾ മറ്റുള്ളവർക്കും ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനായി വളരെ ശ്രദ്ധിച്ചു. ഈ മകൾ പറഞ്ഞതുപോലെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് നിത്യതയിലെത്തുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ചൂണ്ട പോലെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കാം. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച് നിലനിർത്തട്ടെ. ഭയമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. മേരി ഡാലിയ ജോസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമ്മൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ മകൾ വിശ്വാസം മക്കൾക്കായിട്ട് പകർന്നു കൊടുക്കുന്നതാണ് ഈ മകൻ്റെ ഉടമ്പടി. ഇന്ന് ഇവർ പോകുന്നതിന് മുമ്പ് മകന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് മക്കളിലൂടെ ആ വിശ്വാസം മുന്നോട്ട് നയിക്കാനാണ് ഈ കുടുംബം ശ്രമിക്കുന്നത്. നമുക്ക് നമ്മുടെ വരും തലമുറകളെ ഉടമ്പടി ജീവിതത്തിൽ നയിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.